ഗൈസ് നമ്മൾ ഇന്ന് പറഞ്ഞൊരു കിടിലൻ അൺബോക്സിംഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗാലക്സി ഇപ്പോൾ ഇറങ്ങിയ M21 എന്നുള്ളൊരു ഫോൺ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാവുന്നൊക്കെ അറിയില്ല, എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് സാംസങ് ഗാലക്സി M21 എന്ന് പറയുന്ന ഫോണാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ക്വിക്ക് സ്പെക്സ് ഒന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വിക്ക് സ്പെക്സ് എന്ന് പറയാൻ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ച് ഫുൾ HD+ AMOLED LED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു കളറായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കും. അതിനുശേഷം ഇത് പ്രൊസസ്സർ നോക്കുവാണെങ്കിൽ സാംസങ് Exynos 9611 എന്നുള്ള പ്രൊസസ്സറാണ്. അപ്പോൾ എക്സിനോസിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ ഒരു മോശം പേരാണെങ്കിൽ ഈ 9611 എന്ന് പറഞ്ഞൊരു ഫോണ് പ്രൊസസ്സർ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റിൽ 15 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ബഡ്ജറ്റിൽ നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു പ്രൊസസ്സറാണ് Exynos 9611. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 20 MB ആണ്. അതിന് 20 MB എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 20 MB ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ക്യാമറ നോക്കുവാണെങ്കിൽ 48 MB + 8 MB + 5 MB ആണ്. അപ്പോൾ ട്രിപ്പിൾ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ അതും നല്ലൊരു ക്വാളിറ്റിയാണുള്ള രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ക്യാമറയെക്കുറിച്ച് നമുക്ക് ആർക്കും പൊതുവേ മോശം അഭിപ്രായം ഇല്ലാത്തതാണ്. കാരണം ഏറ്റവും വില കുറഞ്ഞ ഫോണിലും അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിലും നമുക്കത് ലഭിക്കുന്നുണ്ട്. അതിനെ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നോക്കുന്ന റാം, ഈ ഒരു വേരിയൻ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻ്റ് എന്ന് വെച്ചാൽ 6GB 128 GB ആണ്. അപ്പോൾ 6GB റാമും 128 GB റോമുള്ള ഫോണാണ്, വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. നമുക്കിവിടെ 4GB 64 കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനാണ്. കാര്യം 6000 mAh ആണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബാറ്ററി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കയറാനൊക്കെ കുറച്ച് താമസമുണ്ട്. അത് ജസ്റ്റ് അത്രയും ഒരു mAh കടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ബാറ്ററി ചാർജ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നത്. പക്ഷേ ചാർജ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ 6000 mAhൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ തന്നെയാണ്. എന്ന് വെച്ചാൽ നല്ലൊരു കളർ റീപ്രൊഡക്ഷൻ നൽകുന്നുണ്ട്. നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്ക്രീൻ. നല്ലൊരു ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. കളറിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. പിന്നെ ഇതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ ഇത് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 188 ഗ്രാമാണ്. പക്ഷേ നമുക്ക് പിടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വെയിറ്റ് തോന്നുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിതിനകത്ത് സ്നാപ്ഡ്രാഗൺ Exynos 9611 എന്നുള്ളൊരു പ്രൊസസ്സറാണ് ലഭിക്കുന്നത്. പിന്നെ ഒക്ടോകോർ 2 GHz പ്രൊസസ്സറാണ് ഇതിലുള്ളത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 10 ആണ്. ഇതിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് One UI 2.0 ആണ് ഇതിൻ്റെ സ്കിന്ന്. പിന്നെ വൈഫൈയും GPS ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ടെന്ന് പറയുന്നത് USB Type-C പോർട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ഹെഡ്ഫോൺ 3.5 mm ഹെഡ്ഫോൺ ജാക്കും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഫോട്ടോ എടുക്കാനായാലും നല്ലൊരു ഫോക്കസിങ് അതൊക്കെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ക്ലാരിറ്റിയിലും കളറിലും എല്ലാം. അതുകൊണ്ട് തന്നെ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വൈഡ് ആംഗിൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിലുള്ള വൈഡ് ആംഗിൾ ഷോട്ട്സൊക്കെ ലഭിക്കുന്നുണ്ട്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വൈഡ് ആംഗിൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ്. അത് എനിക്ക് ഒരു കുഴപ്പമായിട്ട് തോന്നില്ല. എന്നാലും വൈഡ് ആംഗിളിൽ നല്ലൊരു പിക്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാ ഫോട്ടോ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. കളറും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവാൻ സാധിക്കും. ഇനി നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യമായാലും നല്ല രീതിയിലുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിലെ വീഡിയോ ലഭിക്കുന്നുണ്ട്. അതും പെർഫെക്ഷനൊക്കെ പക്കയാണ്, ഒരു കുഴപ്പമൊന്നും എനിക്ക് ഇതിനകത്ത് പറയാൻ തോന്നിയില്ല. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു വീഡിയോഗ്രാഫി ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്, നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം. അതങ്ങനെ കളറും ഫോക്കസിങ്ങും എല്ലാം ഇതിനകത്ത് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, അതൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതൊക്കെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.